കാസർഗോഡ് പൂച്ചക്കോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ മരണം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. യുവതി ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണം. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ മരണത്തിൽ കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ, ഭർത്താവ് ഉബൈസ്, പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിയാക്കി നൽകാമെന്ന് പറഞ്ഞ് മന്ത്രവാദം നടത്തി 596 പവൻ സ്വർണം തട്ടിയെടുത്ത് കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിനടുത്തെ വീട്ടിൽ MC അബ്ദുൽ ഗഫൂറിനെ 2023 ഏപ്രിൽ 14 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണസമയത്ത് വീട്ടിൽ ബന്ധുക്കളാരും ഉണ്ടായിരുന്നില്ല. സ്വാഭാവിക മരണമെന്ന് കരുതി ബന്ധുക്കൾ മൃതദേഹം സംസ്കരിച്ചു. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയതോടെ സംശയമുയർന്നു. തുടർന്ന് അബ്ദുൽ ഗഫൂറിന്റെ മകൻ ബേക്കൽ പോലീസിൽ പരാതി നൽകിയതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. 2013 ഏപ്രിൽ 14 ഗഫൂറാജി മരണപ്പെടുന്നത്. ഞങ്ങൾ ആ മരണത്തിന് ശേഷം ഇതൊരു കൊലപാതകമാണെന്ന് ഞങ്ങൾ സമർത്ഥിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഞങ്ങൾ പറഞ്ഞത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളുള്ളത്. ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ ചീഫ് D ശില്പ അവറുകളെയും ഇതിൽ അന്വേഷണം നടത്തിയ DCRBയുടെ DYSP ജോൺസൺ സാറിനെയും ASP ബാലകൃഷ്ണൻ സാറിനെ ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ചാണ് പ്രതികൾ മന്ത്രവാദം നടത്തിയത്. തട്ടിയെടുത്ത സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം. പ്രതികൾ സ്വർണം കാസർഗോട്ടെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയെന്നാണ് കണ്ടെത്തിയത്. ഷാർജയിലെ സൂപ്പർ മാർക്കറ്റ് ഉടമയായിരുന്നു അബ്ദുൽ ഗഫൂർ. കൈരളി ന്യൂസ്, കാസർഗോഡ്.